അതെ, 1 കിലോ മുന്തിരി വേണം. നല്ലതാണല്ലോ? നല്ലതാണ് ചേച്ചി. വിഷം തളിച്ചതൊന്നും അല്ലല്ലോ? അയ്യോ, ഈ മുന്തിരിയിൽ വിഷം തളിച്ചിട്ടില്ല. ഇത് ശുദ്ധമായ മുന്തിരിയാ. വിഷം നമുക്ക് അടുത്ത കടയിൽ നിന്ന് വാങ്ങാമേ. അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, വിഷം തളിച്ച മുന്തിരി ഏത് കടയിൽ കിട്ടും? മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തോലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ, ദ്രോഹി. ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല. ആരാ? എനിക്കും മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. വേണമെങ്കിൽ നമുക്ക് അയാളോട് ചോദിച്ചു നോക്കാം. അപ്പൊ അറിയാലോ ആളാരാണെന്ന്. കഴിഞ്ഞ ദിവസം എന്റെ തലയും ഇതുപോലെ ഒന്ന് മുറിഞ്ഞടാ. അച്ഛനോടൊപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയി. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 25,000 രൂപയുടെ മൊബൈൽ ഫോൺ സീറ്റിനടിയിൽ വീണു. അത് എടുക്കാൻ വേണ്ടി കുനിഞ്ഞതാടാ. തല സീറ്റിലിടിച്ചു. എന്നിട്ട് സീറ്റിനൊന്നും പറ്റിയില്ലേ. മോനെ, ഡോക്ടറെ കാണുമ്പോ ടോക്കൺ എടുക്കണം. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ടോക്കൺ എടുക്കാതെ തന്നെ എനിക്ക് ഡോക്ടറെ നന്നായി കാണാൻ പറ്റും. ക്രിക്കറ്റ് കളിക്കിടയിൽ ഒരു അപകടം പറ്റിയതാ. ഈ എക്സാമിന്റെ ഇടയിൽ മോനല്ലാതെ ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ തന്നെ വേണം. അയ്യോ, ഡോക്ടർക്ക് തെറ്റി. എക്സാമിന്റെ ഇടയിൽ കളിക്കാൻ പോയതല്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ അമ്മ പറയുന്നേ, ഇന്ന് എക്സാമാ, വേഗം ചെല്ല. 30 വർഷമായി ഞാൻ ജിലേബി ഉണ്ടാക്കുന്നു. ഇന്ന് വരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നാണില്ലല്ലോ പറയാൻ. 30 വർഷമായി പോലും. എന്നിട്ട് ഇതുവരെ ഈ ജിലേബി ഇങ്ങനെ വട്ടത്തി ചുറ്റാനല്ലാതെ നേരെ ഉണ്ടാക്കാൻ പഠിച്ചില്ലല്ലോ. ഡ്രോയിങ് മാഷ് എന്നോട് 5 വന്യമൃഗങ്ങളുടെ ചിത്രം വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഞാൻ വരച്ചു കാണിക്കുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? നീ എന്ത് പടമാടാ വരച്ചത്? 3 ആടും 2 പശുവും. ആടും പശുവൊക്കെ എന്നാടാ വന്യമൃഗമായത്? നമ്മൾ ആടിനെയും പശുവിനെയും കാട്ട് കൊണ്ടുപോയി കെട്ടി. അപ്പൊ ഐറ്റകളും വന്യമൃഗമായില്ലേ. പിന്നെന്താ പ്രശ്നം? അയ്യോ, ഈ ചേട്ടന്റെ മുണ്ടഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞില്ലേ? ചേട്ടാ, മുണ്ടുപോയി. ഏതായാലും നമുക്കൊന്ന് നടന്നു വരാം. ഇത് റോഡാണോ തോടാണോ? മഴക്കാലത്ത് തോട്, അല്ലാത്തപ്പ കുഴി. ഏത് കേക്കാ വേണ്ടത്? അത് പിന്നെ ഞാനൊന്ന് ഭാര്യയെ വിളിച്ചോക്കട്ടെ. ഹലോ ആയിഷ, ഞാൻ ബേക്കറിന്നാ വിളിക്കുന്നത്. ഏത് കേക്കാ വേണ്ടത് ഈ പറ. പ്ലെയിൻ കേക്ക്, കപ്പ് കേക്ക്, ക്രീം കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ്. ഏതാടി വേണ്ടത്? ഏതെങ്കിലും മതിയെന്നാ. എടി പറയുന്നത് കേക്ക്. അത് ഇവിടെ കിട്ടില്ല. എന്ത്? ഇപ്പൊ പറഞ്ഞ കേക്ക്. പറയുന്നത് കേക്ക്. എന്താ റേറ്റ്? കിലോ 620 രൂപ. ചേട്ടന് റൗണ്ടാക്കി തരാം. റൗണ്ട് വേണ്ട, ചതുരത്തിൽ മതി. ഇവിടെ നിന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിയില്ലേ? 1 കിലോ എന്നല്ലേ എന്നോട് പറഞ്ഞത്? അതിന് വീട്ടിൽ ചെന്ന് ഞാൻ തൂക്കി നോക്കിയപ്പോ 900 ഗ്രാമേ ഉള്ളൂ. 100 എവിടെ പോയി? കേക്ക് വാങ്ങിയ ശേഷം ചേട്ടൻ എങ്ങനെയാ വീട്ടിലേക്ക് പോയത്? ഞാൻ നടന്നിട്ടാ വീട്ടിലോട്ട് പോയത്. എന്തേ? നടന്നാൽ തൂക്കം കുറയുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കുറഞ്ഞതാവും. കാന്താരി, നിനക്ക് എത്ര വയസ്സായി? എന്താ സാറേ ഇത്? ഇതിനാണോ കൈ കാണിച്ചു നിർത്തിയത്? അയ്യേ, ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ 10 വയസ്സെന്ന്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു? ലൈസൻസ് ഇല്ലാണ്ട് ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കണ്ടല്ലോ. സാറ് കണ്ടില്ലേ? സ്റ്റേഷനിലെത്തിയ 1 കിലോ ചാള തരണം. ചാളയോ? സ്റ്റേഷനിലോ? എന്തു പറഞ്ഞടാ റാസ്കൽ? ഇയാളെന്തിനാ ചൂടാവുന്നേ? ഇന്ന് പത്രത്തിൽ കണ്ടല്ലോ, പോലീസ് കേരളം മുഴുവൻ വല വീശിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ നുണ പറഞ്ഞു കളിക്കുകയാ. ഏറ്റവും നല്ല നുണ പറയുന്ന ആൾക്ക് ദേ ഈ ദീപുവിന്റെ പട്ടിക്കുട്ടി സമ്മാനമായി കിട്ടും. എന്ത് നുണ പറഞ്ഞു കളിക്കേ? നിങ്ങൾക്ക് നാണമില്ലേ? ലജ്ജയില്ലേ? ഞാനൊന്നും നിങ്ങളുടെ പ്രായത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ദീപു, ആ പട്ടിക്കുട്ടിയെ മാഷിനങ്ങ് കൊടുത്തേ. കൺഗ്രാറ്റുലേഷൻസ് അങ്കിൾ. ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ നുണ അങ്കിൾ ഇപ്പൊ പറഞ്ഞു. ദാ പട്ടിക്കുട്ടി സമ്മാനം. എവിടെടാ ഹെൽമെറ്റ്? അത് പിന്നെ സാർ, എനിക്ക് ഹെൽമെറ്റ് വെച്ച
ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ വെക്കാത്തത്. ആഹാ, ആര് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കില്ലാന്ന്? ഹെൽമെറ്റ് വെച്ചാ നന്നായി ചെവി കേൾക്കാൻ പറ്റും. ഓ, എങ്കിൽ ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്തച്ഛന് തീരെ ചെവി കേൾക്കില്ല. ഒരു ഹെൽമെറ്റ് വെച്ചാൽ അത് ശരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം? ദേ വേണ്ടേ, എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല.